ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ, അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമസ്കാരം. രാഹുൽ ഈശ്വർ പേരിന്റെ കൂട്ടത്തെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്വയം ഈശ്വരനായോ എന്ന് വിചാരിച്ചിരിക്കുന്ന നടക്കുന്ന ഒരു മഹാസംഭവമാണ് രാഹുൽ ഈശ്വർ. അങ്ങനെ അതായത് ഈ നാട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കൊലപാതകം ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിച്ചോ ഏത് പരനാറിക്ക് വേണ്ടിയിട്ടും വക്കാലത്ത് പിടിക്കാൻ വരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ. പണം വാങ്ങിക്കൊണ്ട് ആരുടെയും മൂട് താങ്ങാൻ വേണ്ടി നടക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ. അത് പല കാര്യങ്ങളും നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമ്മളെ സമൂഹം മൊത്തത്തില് ഏറ്റവും ഉദാഹരണമായ ദിലീപ് പരമ എന്താണ് പറയുന്നത്, ദിലീപ് പുണ്യാണെന്നാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്നത്. പോട്ടെ, എന്തോ ആയിക്കോട്ടെ. രാഹുൽ ഈശ്വർ ഇപ്പോ നമ്മുടെ ബാലഭാസ്കറിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാലഭാസ്കർ ഈ പറയുന്ന രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവരെയും നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നത് മാത്രമാണ് സത്യം, ബാക്കി എല്ലാവരും ഈ പറയുന്ന വ്യൂസിന് വേണ്ടിയിട്ട് ചെറ്റത്തരം കാണിക്കുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അപ്പൊ രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്കും കുറച്ച് ചെറ്റത്തരം പറയാം. ഓക്കെ. ബാലഭാസ്കറിന്റെ മരണത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് പങ്കുണ്ടോ? 2018 സെപ്റ്റംബർ 25 അപകടത്തിൽപ്പെടുകയും ഒക്ടോബർ 2 മരണപ്പെടുകയും ചെയ്ത മലയാളികളുടെ പ്രിയപ്പെട്ട, ഞങ്ങളുടെയൊക്കെ എന്റെ വ്യക്തിപരമായി സീനിയറായി പഠിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട വയലിനിസ്റ്റ് സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം എങ്ങനെയാണ്? അത് കൊലപാതകമാണോ? മുൻ സീറ്റിലിരിക്കുന്ന രണ്ടുപേരും അപകടത്തിൽ മരിച്ചില്ല, പകരം പിൻ സീറ്റിൽ ഇരിക്കുന്ന ബാലഭാസ്കറാണ് മരിച്ചത്. ഇത് എന്തുകൊണ്ട് നാസ അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനു വേണ്ടി ഒരു അന്വേഷണം വെക്കുന്നത്? യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ലേ? ലക്ഷ്മിക്ക് ബാക്കിയുള്ളവരുമായിട്ട് ബന്ധം അത് ഉണ്ടായിരുന്നില്ലേ? അതല്ലേ ഇതിന്റെ പിന്നിലെ കാരണം തുടങ്ങിയ ചെറ്റ വർത്താനം പറയുന്ന യൂട്യൂബ് വ്യൂസിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരുപാട് അലവലാദികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മ കുറെ അലവലാദികളെ കാണാൻ. അതായത് പണം വാങ്ങി, ഈ പറയുന്ന പണം വാങ്ങി ഏതൊരു പരനാറിയുടെയും മൂട് താങ്ങി അവന്റെ കാല് നക്കുന്ന പരനാറി അലവലാദികളും ഈ യൂട്യൂബിനകത്തുണ്ട്. ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലെ ഏത് പീഡന കേസ് നിങ്ങൾ വേണോ ചെയ്തോ, ആരെ വേണോ കൊല ചെയ്തോ, ആരെ വേണോ നിങ്ങൾ പീഡിപ്പിച്ചോ, കൊച്ചു കുട്ടികളായിട്ട് വലിയവരായിട്ട് എന്തോ ആയിക്കോട്ടെ, പണം വേണം. നിങ്ങൾ വന്ന് ഈ രാഹുൽ ഈശ്വറിന്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അലവലാദിത്തരം വന്നിരുന്നു കൊണ്ട് എന്ത് ചെയ്യും? അവനെ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാ ചാനൽ ചർച്ചകൾ ഇരുന്നു കൊണ്ട് അലക്കി വെളുപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ ലെവനെ പോയിട്ടേ ഉള്ളൂ. അടിപൊളിയാണ്. അലക്കി വെളുപ്പിക്കാൻ ഇതുപോലത്തെ ഒരു പരനാറി വേറെ ഇല്ല. കാരണം ഇത് ഞാൻ വിളിക്കാൻ കാരണം നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ അലവലാതി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഒരു ഡോസ് കൂടെ നിൽക്കണ്ടേ? അതുകൊണ്ട് മാത്രം വിളിച്ചത്. രാഹുൽ ഈശ്വർ അത്രയ്ക്കൊന്നും സഹിക്കാതെ ക്ഷമിക്കൂ കേട്ടോ. ഇനി അടുത്ത് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത്. അനാവശ്യമായി സംശയങ്ങൾ പറഞ്ഞ്, അനാവശ്യമായി ദുസ്സൂചനകൾ വെച്ച് പറഞ്ഞ്, ഒരു ഉറപ്പില്ലാത്ത, എനിക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു ഭാര്യയാണ് നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഭാര്യയെ ഇതുവരെയായിട്ട് ആരും കുറ്റപ്പെടുത്തില്ല. ഭാര്യ എന്തുകൊണ്ട് ഒളിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ട ഭാര്യയെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര വേവലാതിന്. അതുപോലെ സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയും അച്ഛനും ഉണ്ട്. വയസ്സായ വാർദ്ധക്യത്തിലോട്ട് പോകുന്ന സ്വന്തം മകള് പോലും മരിച്ച് വേറെ ആരും ഒരു തുണയില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ട്. അവരെ കുറിച്ച് ഇവന് ഒരു വേവലാതിയില്ല. എത്ര രൂപ കിട്ടി രാഹുലെ? മൊത്തത്തിൽ രാഹുൽ ഇതുപോലുള്ള വെളുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അലക്കി വെളുപ്പിക്കാൻ വേണ്ടി രാഹുൽ വരുന്നുണ്ടെങ്കിൽ പൈസ വാങ്ങിച്ചിട്ടാണ് രാഹുൽ വരുള്ളൂ. അല്ലാതെ അവന് ഈ വലതുവശമാണെന്നൊക്കെ പറയും, പക്ഷെ പണം കൊടുത്തു കഴിഞ്ഞാൽ വലതുവശമില്ല ഇടതുവശമില്ല. ആർക്ക് വേണ്ടിയിട്ട് എതിരായിട്ട് വേണമെങ്കിലും, ആരെ മൂട് വേണമെങ്കിലും ഇരുന്ന് താങ്ങിക്കോളും, ആരെ കാല് വേണമെങ്കിലും നക്കിക്കോളും. പണം കിട്ടിയാൽ മതി. അതാണ് രാഹുൽ ഈശ്വറിന്റെ സ്റ്റാൻഡ്. വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും ലക്ഷ്മിയെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടും അവരുടെ പ്രണയകാലത്ത് തന്നെ പരിചയമുള്ളതുകൊണ്ടും എന്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും പല പരിപാടിക്കും ഒരുമിച്ച് പോയിരുന്നതുകൊണ്ടും ഇങ്ങനെ ഉളുപ്പില്ലാത്ത വാർത്തകൾ. അതായത് ഇവന്റെ സീനിയർ ആയിരുന്നു, രാഹുൽ ഈശ്വറിന്റെ സീനിയർ ആയിരുന്നത് കൊണ്ടും രാഹുൽ ഈശ്വറിന് വ്യക്തിപരമായതുകൊണ്ടും രാഹുൽ ഈശ്വറിന് നേരത്തെ അവരെ പ്രണയം അറിയാവുന്നത് കൊണ്ട്, അതുകൊണ്ട് താങ്കൾ ആരാണ്? ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അങ്ങ് പരിശുദ്ധന്മാരാണെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വിചാരം. ആണോ? ആണ് രാഹുലെ. രാഹുൽ ആര്? ഈശ്വരനാണോ? രാഹുലിനെ അറിയാവുന്നുള്ളത് കൊണ്ട് എല്ലാവരും രാഹുലിന്റെ പിന്നീട് അറിയാവുന്ന എല്ലാവരും വളരെ മാന്യന്മാരായിരിക്കും അല്ലേ? ഇല്ലേ? പറഞ്ഞു വരാം. കള്ളന്മാരെ കണ്ടേ നിനക്ക് വേറെ പണികളില്ലേ എന്ന് ചോദിക്കാൻ പോകും. കുറെ കൂടെ സ്ട്രോങ് ആയി പറയണോ? അതന്നെ, നിനക്ക് ഈ നാറികളിൽ നിനക്ക് വേറെ പണിയില്ലേടേ? നീ ഇതല്ലേ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നത്? നീ ഇതുപോലെ തന്നെ മൂട് താങ്ങുന്ന പരിപാടിയല്ലേ ചെയ്യുന്നത്? ആര് ബലാത്സംഗം ചെയ്താലും എവിടെ
ഒരു പെണ്ണിനെതിരായിട്ട് എന്ത് സംഭവം വന്നോ അവനെതിരായിട്ട് അതുപോലെ പണം വേണം, ഇല്ലെങ്കിൽ വരത്തില്ല. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്താലോ ഒരു പെണ്ണിനെ കൊന്നോ കുത്തിക്കൊന്നോ എന്തോ ആയിക്കോട്ടെ, പണം ഉണ്ട്. രാഹുൽ ഈശ്വരന്റെ കൊണ്ടുവന്ന് അവൻ വേണമെങ്കിൽ എന്ത് കാല് വരെ നക്കി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയിൽ എല്ലാവരും വന്ന് യവനെ പോലെ വെളുപ്പിക്കാൻ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമി മലയാളത്തിൽ ആരും കാണത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആരും കാണത്തില്ല. അത് എന്താ പറയുക, എന്റെ നിലവാരത്തിൽ ചേരാത്തോണ്ട് പറയുന്നില്ല. എന്റെ നിലവാരം നമുക്കറിയാം. കള്ളങ്ങളാണ് പറയുന്നത്. അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാം. ബാക്കിയുള്ള ഈ യൂട്യൂബ് ചാനൽ ഉളുപ്പും മയവും ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്ന മനസ്സ്. അപ്പൊ ബാലഭാസ്കറിന്റെ അച്ഛൻ മാത്രം പറഞ്ഞാൽ മതിയോ? അതെന്താ നീ അവിടെ ഒരു മയത്തിൽ അങ്ങ് പറഞ്ഞു പോയി? അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ പറഞ്ഞ ഇവിടെ വന്നിരുന്നുണ്ട്? ലക്ഷ്മി പറഞ്ഞാൽ മതിയല്ലോ. നീ എന്തിനാ ഇവിടെ വന്നിരുന്നുണ്ട് ലക്ഷ്മിയെ ഇങ്ങനെ വെള്ളപൂശുന്നു? മനസ്സിലായില്ലേ? ബാലഭാസ്കറിന്റെ അച്ഛൻ പറയണമെന്ന് മനസ്സിലാക്കാം, ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, ലക്ഷ്മി പറയുന്നത് മനസ്സിലാക്കാം, ലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും, മനസ്സിലാക്കാം. നീ ആര്? നീ എന്തിനൊന്ന് പറയാം? നിനക്ക് വാ തുറക്കാൻ പറ്റുമെങ്കിൽ, നിനക്ക് കള്ളത്തര ഇതുപോലെ വന്ന് വിളിച്ചു പറയാമെങ്കിൽ നമുക്ക് സത്യങ്ങളും വിളിച്ചു പറയാം. രാഹുൽ ഈശ്വരൻ കള്ളക്കഥകൾ ഉണ്ടാക്കി കള്ളക്കഥ തേങ്ങ എന്തെങ്കിലും ഒരു മാന്യത ഉണ്ടായിട്ടാണ്. നിങ്ങൾ പ്രേക്ഷകർ ഓർക്കണം, നിങ്ങളെ പറ്റിക്കാനാണ്, നമ്മളടക്കമുള്ള സാധാരണ ജനങ്ങളെ പറ്റിക്കാനാണ്. ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ യൂട്യൂബ് വ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും പഞ്ചുള്ളൂ, ഗുമ്മുള്ളൂ. ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ദുരൂഹത ഉണ്ട്. നീ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്താടെ. ബാലഭാസ്കറിന്റെ മരണത്തിൽ പച്ചവെള്ളം കുടിക്കുന്ന അതിന് വല്ല റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട, ദുരൂഹത ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നീ അതിന്റെ ആൻസർ പറഞ്ഞ ഇത് കുറെ ക്വസ്റ്റ്യൻസ് ഇന്ന് ഈ പറയുന്ന പ്രിയ വേണുഗോപാൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒരു 8-10 പോയിന്റുകൾ. അതിന്റെ പോയിന്റിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് അത് ക്ലിയർ ആക്കി തരാൻ പറ്റുമോ? ഈ കണ പറയല അതിനെ ക്ലിയർ ആക്കി താ കേട്ടോ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പാണ്. എവിടെങ്കിലും അവിടെ നിന്ന് അതെ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണ മാഫിയ തട്ടിപ്പ് തന്നെ. ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ബാലഭാസ്കറിന്റെ കൂടെ നിന്ന 3-4 ഇപ്പം ഉള്ളയിലാണ്. സ്വർണ്ണ മാഫിയ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉള്ളയാണ്. അതിന് നിനക്ക് ആൻസർ ഇല്ലേ? അതിന് ക്ലാരിഫിക്കേഷൻ തടാ. എന്നിട്ട് ബാക്കി അങ്ങോട്ട് നീ ഇങ്ങനെ ഈ കിടന്ന് വെളുപ്പീര്. അതിന് ക്ലാരിഫിക്കേഷൻ താ. നീ ആരെ പറ്റിക്കുന്നത്? സത്യം പറഞ്ഞ പ്രേക്ഷകരെ പറ്റിക്കുന്ന നീയാണ്. ഈ പറയുന്ന ഈ രാഹുൽ ഈശ്വരാണ് പ്രേക്ഷകരെ പറ്റിക്കുന്നത്. ഇവിടെ രാഹുൽ ഈശ്വരൻ വിചാരിക്കുന്നത് ഞാൻ വലിയ ബുദ്ധിമാനാണെന്നാണ് രാഹുലിന്റെ വിഷയം. ശരിയാണ്, രാഹുൽ ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു അതിബുദ്ധിയുണ്ട്. ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നൊരു വിചാരം കൊണ്ടുണ്ട്. അത് തെറ്റാണ് രാഹുലെ. നീ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ബുദ്ധിയുണ്ട്. നീ പറഞ്ഞ എല്ലാം ഇനി വിഴുങ്ങാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്, മനസ്സിലായോ? ഓരോരോ സംശയങ്ങൾ എടുത്തു വെച്ച് പർവ്വതീകരിച്ച് വൃത്തികേട്ട് പറയുന്നതിൽ ഒരു പരിധിയുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇനിയും കുറെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ രാഹുൽ ഈശ്വരന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന പ്രിയ പറഞ്ഞ ഒരു കേസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും പറഞ്ഞ കേസ്, ഒരേ ഒരു ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈ പറയുന്ന തമ്പി അവന്റെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയത്? എന്തിന്റെ? നീ അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്താ? നിന്റെ ഭാര്യയാണെങ്കിൽ നിന്റെ ഭാര്യയുടെ നിന്റെ കൂട്ടുകാരന്റെ കൊടുത്തുവിടും. ഇരിക്കട്ടെ ചേച്ചി, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തരാൻ. ശരി, കുഴപ്പമില്ല, ഫോണല്ലേ, ഫോണിൽ എന്തിരിക്കുന്നത്, അതിലൊക്കെ എന്തിരിക്കുന്നത്, അത് അങ്ങനെ പറഞ്ഞു വിടും. അതൊന്ന്. ഈ പറയുന്ന തമ്പിയും ഈ പറയുന്ന വിഷ്ണുവും ഈ പറയുന്ന അർജുനും എല്ലാം ഇപ്പൊ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലാണ്. അതിനെക്കുറിച്ച് നിനക്ക് എന്താ ക്ലാരിഫിക്കേഷൻ ചെയ്യാനുള്ളത്? ബാലഭാസ്കറിന്റെ കൂടെ നിന്നപ്പോൾ അവർ ഭയങ്കര നീറ്റായിരുന്നു എന്നും ഇപ്പോഴാണ് അവർ അങ്ങനെ ആയിരുന്നു, അതാണോ പറയുന്നത്? അതുമല്ല, ഒരു ദൃക്സാക്ഷി വന്നായിരുന്നല്ലോ, ഒരു ഡ്രൈവർ ഒരുത്തം വന്ന് ഞാൻ അവിടെ നിന്ന് കണ്ടു, ബാലഭാസ്കറാണ് വണ്ടി ഓട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുത്തി തുറന്നെടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു നാറി ഉണ്ടായിരുന്നല്ലോ. അവനെവിടെ? അവനെ കുറിച്ച് നിനക്ക് എന്താ പറയാ? അവൻ ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ ആ സ്പോട്ടിൽ പോലും വന്നിട്ടില്ലായിരുന്നു. അവനിപ്പം പിന്നെ ദൃക്സാക്ഷിയാണോ? അവനെ ദൃക്സാക്ഷി എന്തിനു മാറ്റി? അവനിപ്പം UAE മറ്റേ സർക്കാരിന്റെ ചെലവിൽ ഡ്രൈവിംഗ് ചെയ്തോണ്ടിരിക്കുന്നത്, അവിടുത്തെ സർക്കാരിന്റെ കീഴിൽ. അതെങ്ങനെ വന്നു? ഈ പറയുന്ന അർജുൻ എന്തിനാ ഈ പറയുന്ന ഇത് മൊഴി മാറ്റിയത്? ഇതിനൊക്കെ നിനക്ക് ഉത്തരവുണ്ട്. വളവള അടിക്കരുത്, നീ ആൻസർ പറ. ഇതിനൊക്കെ നിന്റെ എന്ത് ന്യായീകരണമാണുള്ളത്? ഇതിനെങ്ങനെയാ നീ വെളുപ്പിക്കാൻ നിൽക്കുന്നത്? മനസ്സിലാവില്ല. ഇതൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോക്കറ്റ് സയൻസിന്റെ ഒന്നും ആവശ്യമില്ല. അരിയാഹാരം കഴിക്കുന്നവരാണോ ഇതൊക്കെ മനസ്സിലാവും. ഈ പറയുന്നല്ലോ, ബാക്കി എല്ലാവരും ഉളുപ്പില്ലാതെ വ്യൂസിന് വേണ്ടി. നീ എന്തിനാ ഈ വീഡിയോ മൊത്തം ഇടുന്ന യൂട്യൂബ് ചാനൽ ഇരുന്നുകൊണ്ട്? വ്യൂസിന് വേണ്ടിയിട്ടല്ലേ? അതാ ഈ പറയുന്ന ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയുടെ ഒരു മോഡൽ ഡ്രസ്സും ഈ സർക്കസ് കൂടാതെ പോലെ ഡ്രസ്സും ത്രിവർണ്ണ ഒരു സിമ്പലും എടുത്ത് നെറ്റി പിന്നെ നെഞ്ചി വെച്ച് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞെന്ന് കരുതിയോ? നീ ഭയങ്കര രാജ്യസ്നേഹിയാണെന്ന് എല്ലാവരും കരുവെന്ന് കരുതിയോ? അങ്ങനെയൊന്നുമില്ല. പിന്നീട് ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ അങ്ങനെയൊന്നുമില്ല. റിട്ടയർഡ് SP ആയ ഈ ജോർജ് ജോസഫ് വരെ അങ്ങേരെ അവിടെ ഇരുന്ന് കൃത്യമായിട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എടുത്തെടുത്ത് എണ്ണി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അപ്പൊ അതൊന്നും വിശ്വസിക്കരുത്, താങ്കൾ പറയുന്ന വിശ്വസിക്കണം. രാഹുൽ ഈശ്വർ പറയുന്ന വിശ്വസിച്ചോ, അവനാണ് ഈശ്വരൻ. അവൻ പറയുന്ന എല്ലാ ഇതാണ്. ഒരു പാവം അച്ഛനെയും കുഞ്ഞിനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട ലക്ഷ്മി എങ്ങനെ ക്രൂശിക്കരുത്? ലക്ഷ്മി നമ്മളൊന്നും ക്രൂശിക്കുന്നില്ല. ലക്ഷ്മി പറഞ്ഞതിലുള്ള
എന്താണ് വിരുദ്ധത, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് ദഹിക്കുന്നില്ല. അതിപ്പോ ലക്ഷ്മി അല്ല ഏവളായാലും പറഞ്ഞു. അതിപ്പോ ലക്ഷ്മിക്ക് കൊമ്പൊന്നുമില്ല, മനസ്സിലായോ? ആരായാലും പറയും. അതുപോലെ തന്നെ രാഹുൽ ഈശ്വറെ ഇതുപോലെ സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഇത്രയും തെളിവുകൾ, ഇത്രയും ദുരൂഹത, ഇത്രയും പോയിന്റുകൾ, ഒരു 10 പോയിന്റ് അവർ അടക്കുന്നുണ്ട്. അതിൽ ഏതൊരു അമ്മയും ഏതൊരു അച്ഛനും ഇത്രയും സംഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താ, ഒരാൾ വന്ന് ആദ്യം പറഞ്ഞു ഞാൻ ഓട്ടിച്ചെന്ന്, പിന്നെ ബാലഭാസ്കർ ഓട്ടിച്ചെന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ ഒരുത്തൻ ദൃക്സാക്ഷിയായിട്ട് വരുന്നു, ഞാൻ കണ്ടു ബാലഭാസ്കറാണ് ഓട്ടിച്ചെന്ന് പറയുന്നു. അവൻ അവിടെ വന്നിട്ടേ ഇല്ല, അവൻ ഇവനെ ഇപ്പൊ കാണാനില്ല, അവൻ ഇപ്പൊ നേരെ എവിടെ പോയി? അവൻ ഗൾഫിൽ പോയി. ഇതൊക്കെ ആര്? അതുപോലെ അവരെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ഇപ്പൊ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നു, സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ഒരു അച്ഛനും അമ്മയും, ഒരു പാവപ്പെട്ട വയസ്സായ വാർദ്ധക്യത്തിലൊക്കെ മരണത്തിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന അവർക്ക് തോന്നിയിട്ടുണ്ട് അവരെ കേസ് കൊടുത്തെങ്കിൽ എന്താ തെറ്റ്? അങ്ങനെ തോന്നി അവരെ കേസ് കൊടുത്തിന് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? രാഹുലെ, അവരെ സപ്പോർട്ട് നമ്മൾ ചെയ്ത എന്താ തെറ്റ്? മനസ്സിലായല്ലോ? ഈ പറയുന്ന ലക്ഷ്മിക്ക് മാത്രമല്ല പോയത്, ഈ പറയുന്ന ഇവർക്കും പോയി. ലക്ഷ്മിക്ക് നാളെ നാളെ ഒരു ഭർത്താവിനെ ഒരുത്തനെ കെട്ടിയാൽ അവൾക്കൊരു ഭർത്താവാവും, അതിൽ ഗർഭിണിയായ കുഞ്ഞു വന്നാൽ അവൾക്കൊരു കുഞ്ഞുമാവും. പക്ഷെ അതുപോലെയല്ല, അവർക്ക് നഷ്ടപ്പെട്ടത് തന്നെ. മനസ്സിലായോ? അവർക്ക് മകൻ നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും അവർക്ക് അതുപോലെ ഒരു മകനെ കിട്ടാൻ പോകുന്നില്ല. കാരണം വാർദ്ധക്യത്തിലൂടെ കാലിട്ട് നിൽക്കുക. അതൊന്നും മോളെ പോയി, മകനും പോയി, മോളും പോയി, ആരുമില്ല, ഒരൊറ്റ മനുഷ്യരില്ല. അപ്പൊ അവരെ കൂടെ നമ്മൾ നിൽക്കും. അത് വെറും കൊണ്ട് അവർ വയസ്സായത് കൊണ്ട് മരിക്കാം, പിന്നെ വാർദ്ധക്യത്തിലോട്ട് എത്തിയത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. അവര് പറയുന്നതിൽ ന്യായമുണ്ടെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ്. അവര് പറയുന്നതിൽ നല്ല ന്യായമുണ്ട്. നമുക്ക് ഒരു അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അവർ പറയുന്നത് ന്യായമുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ താ, രാഹുൽ ഈശ്വർ താ, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ താ. അതുകൊണ്ട് കണ അടിക്കല്ലേ. നീ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കുണച്ചോ, മനസ്സിലായ? നമുക്ക് പറയാം. ഈ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല, ഞാൻ അതിന്റെ അപ്പുറമാണ്, അലവലാദികൾ എന്ന് പറയുന്ന കേട്ട് അപ്പുറമല്ല, അതിന്റെ കട്ടി അതിന്റെ അപ്പുറമായിട്ട് പറയാൻ അറിയാം, അതിന്റെ അപ്പുറമായിട്ട് നമുക്കും പറയാൻ അറിയാം കേട്ടോ രാവിലെ. അതുകൊണ്ട് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പണത്തിന്റെ കാര്യം അങ്ങ് ചെയ്യും. നമുക്ക് ഇവിടെ ചെയ്യാതെ നമ്മൾ പിന്നെ നമുക്കറിയാം ഈ വെളുപ്പിക്കാൻ. എന്റെ അമ്മ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് രാഹുൽ ഈശ്വരനെ പോയിട്ടേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.